വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഡ്രൈവിന് പോവാണ് കോഴിക്കോടിലോട്ട്. നമ്മളെല്ലാരും കൂടെ ഒരു രാവിലെ ഇറങ്ങിയതാട്ടോ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട്. നസീം നമ്മുടെ കുട്ടികളൊക്കെ നല്ലൊരു രാവിലെ തന്നെ ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പാട്ടൊക്കെ വെച്ച് നല്ല മെലഡിയൊക്കെ വെച്ചിട്ട് തുടങ്ങിയതാ. നല്ലൊരു മഞ്ഞൊക്കെ ഉണ്ട് പുറത്ത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ യാത്രയൊക്കെ തുടങ്ങിയില്ലേ. ബാക്കിൽ ആമിയും പാപ്പും ഉണ്ട്, അപ്പുണ്ട്. അങ്ങനെ അപ്പൊ നമ്മൾ പോണ വഴിയിലെ വിശേഷങ്ങളും ഇന്നത്തെ ഒരു ഡേയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നമ്മളിവിടെ സോപാനത്തിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. വെജ് നമ്മള് ഒരു വൈറ്റ് ചാമ്പക്ക കണ്ടു. എന്നാ നടന്ന പപ്പു പാമ്പ് വരുന്നുണ്ട്. ഇഡ്ഡലി വേണ്ട, പപ്പു എന്താ കഴിക്കുന്ന? ഇഡ്ഡലിയാ. ഓ നല്ല രസമുള്ള ഇഡ്ഡലി ഉണ്ട്. ആ കഴിച്ചോ. എനിക്ക് ഞാനൊരു മസാല ദോശ പറഞ്ഞു. ആമി പൊടി ഇഡ്ഡലി. അല്ലയാണോ? അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ സോപാനത്തുനിന്ന്. സോപാനം ഹോട്ടലിൽ നിന്ന് വെജൊക്കെ കഴിച്ചു അല്ലേ? വെജല്ല നമ്മൾ കഴിച്ചത്, ഇഡ്ഡലിയാണ് കേട്ടോ. അത് കഴിച്ച് നമ്മൾ നേരെ ലുലുവിലോട്ടാണ്. ലൂലു മാളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാം. നമ്മള് നേരെ ലുലുലെത്തി കേട്ടോ. കമന്റ് ചെയ്യുന്നത് അല്ല, ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സാധനം. എന്താ അതിന്റെ പേര്? അറിയില്ല. അതിന്റെ പേരുണ്ട്, ഞാൻ കാണിച്ചത്. കോൺ പപ്പഡ് എന്തോ റിങ് ഒരു ടൈപ്പ്. അതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഓണിയൻ റിങ് കേട്ടോ. മക്കാന, അതായത് താമരമുട്ട് അല്ലേ? ഇത് നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ നമ്മള് ഓസിയൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. നല്ല രസമുള്ളതാണ്. നമുക്ക് കാണിച്ചു കൊടുത്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അതിന് വേണ്ടി വാങ്ങിച്ചേ. അപ്പോൾ നമ്മളിവിടുന്ന് കോൾഗേറ്റ് വാങ്ങിച്ചു. ഇനി എന്താ പാപ്പൂര് വാങ്ങിക്കാറുള്ളത്? കളറ് വാങ്ങിക്കാം. ഒന്നും എടുത്തോ. വാങ്ങിച്ചിരിക്കുന്നു ആമി. എനിക്ക് കയ്യില് തരാൻ നിനക്ക് കയ്യില് തരാം. എനിക്കൊന്നും വേണ്ട. വളയാണോ? കൊറേ നല്ല സാധനം. ഇതല്ല നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം? ഇതല്ല. ഈ ഒരു കമ്മല്. ഇത് നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടോ? ബാക്കിലുണ്ടോ? ഓ നല്ല ഭംഗിയുണ്ട്. അതിന് ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കഴിഞ്ഞു നമ്മളെ ഷോപ്പിംഗ്. നമ്മൾ നാസിയൊക്കെ വന്നു കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ബില്ലൊക്കെ ചെയ്തു. ഇനി നമ്മൾ എവിടെന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് പോവാണ്. ലുലു മാളിൽ നിന്ന് പോവാണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് എന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയിൽ ലുലു എന്നാണ് ഇറങ്ങിയത്. ഇനി നമ്മൾ ഇവിടെ എന്താ പറയാ, കാരന്തൂരല്ലേ അത്? കാരന്തൂര്. നമ്മളെ ഉറപ്പില്ല, നമ്മള് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അവിടെ ഉണ്ടാവുമോ? തിരക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിസിയിൽ കയറിയിട്ട് നല്ലൊരു ഊണ് കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ചൂടുള്ള ഊണല്ലേ പാപ്പു? അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോവാട്ടോ. തിരക്കാണ്. ചൂട് മാറിയില്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ.
അപ്പോൾ നമ്മൾ ലിസി ഹോട്ടലിൽ എത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല ഇലയിലൊക്കെയാണ് ചോറൊക്കെ വിളമ്പുന്നത്. അതിൻ്റെ സൈഡായിട്ട് കുറേ നല്ല അവിയൽ, തോരന് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇലയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആമിക്ക് ആദ്യം ഇത് ഈ ചൂടും ഇതൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ഫുഡാണ്, അടിപൊളി സാമ്പാറൊക്കെയാണ് കേട്ടോ. നല്ല തിരക്കായിരിക്കും, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത്. തിരക്കും നല്ല ചൂടും. അപ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ ലിസി ഹോട്ടലിൽ പോയിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക എന്നുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണയല്ല എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലിസി ഹോട്ടലിലുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പായസം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ഐറ്റംസൊക്കെ അല്ലാതെ സെപ്പറേറ്റ് ഓർഡർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഞങ്ങളൊരു കല്ലുമ്മക്കായി അതേപോലെ ഫിഷ് ഫ്രൈ ഒക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എനിക്കതിൻ്റെ പുറത്തുനിന്ന് ആദ്യം കയറിയ സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്താണ് എടുത്തത്. എന്താ പറയുക, അത്ര ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്നിടത്ത് പോലും ആൾക്കാരുണ്ടാവും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. ഇത് വരുന്നത് കാരന്തൂരാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് സമയം വേറെ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നേരെ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ പോന്നു. നമുക്ക് വേറെയും കുറച്ച് പിറ്റേ ദിവസം കുറച്ച് യാത്രകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് കോഴിക്കോട് നിന്നൊക്കെ വന്നു കേട്ടോ. വന്നിട്ട് ഞങ്ങൾ പിന്നെ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് മറന്നുപോയോ? പോയിട്ട് ഇതല്ലേ പാപ്പ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ പാപ്പ ലൂലുമാളെന്ന് വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതാ പാപ്പൂന് കുറച്ച് ഇതേപോലത്തെ കളേഴ്സ്. സെറ്റ് ഭയങ്കര വേർത്താണ്, കാരണം ഇതിൽ കുറേ ഉണ്ട്. ഇത് ഒരു ഡ്രോയിങ് ബുക്കാണ്, ഓയിൽ പേസ്റ്റ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്, ഒരു ക്രയോൺസ് ഉണ്ട്, പെൻസിൽ കളർ, പിന്നെ ഇതേപോലെ ഗിൽറ്റർ പെന്ന്, പിന്നെ ഇതൊരു അല്ലാത്തത് കേട്ടോ ഷാർപ്പനറൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ പാപ്പ ഒരു ക്ലേ, ഇത് അല്ലാതെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ലിസിന്ന് ഫുഡ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയായിരുന്നു. പക്ഷെ അവിടുത്തെ ചൂട് കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര തിരക്കുമായിരുന്നു. 12 മണി ആയപ്പോഴത്തേക്കും അവിടെ ഫുള്ളായി. 12 അല്ല, നമ്മള് 11:45 പോയത്. പക്ഷെ അപ്പത്തേക്കും അവിടെ ഫുള്ളായി എല്ലാരും ഇരുന്ന്. അതെ, അപ്പൊ നമ്മള് നല്ല ഫുഡൊക്കെ. അതെ, പാപ്പ പക്ഷെ മീനും പൊറോട്ടയും കഴിച്ചു അല്ലേ. ഞങ്ങള് നല്ല ഫുഡ് കഴിച്ചിട്ടോ. നല്ല എന്താ പറയാ, ഇതായിരുന്നു ഊണും. പിന്നെ അതിന്റെ കൂടെയുള്ള കറികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒരു വലിയ വീട് പണി നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര ശബ്ദമുണ്ട്. ഞങ്ങള് ഞാന് അവിടെ ഒരു പെണ്ണ് പൊറോട്ടൊക്കെ കഴിക്കണ കണ്ടു. അപ്പൊ പാപ്പൂനൊരു ആഗ്രഹം വന്നു, അങ്ങനെ പാപ്പും കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു കോഴിക്കോട് പോകുന്ന യാത്രേന്റെയും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ച് വേഗം വന്നിട്ടുണ്ടായി. നാളെ നമുക്ക് അല്ലാതെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് നാളെ പറയാം. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.